നമസ്കാരം. എല്ലാവർക്കും ആത്മീയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞായർ മുതൽ ശനി വരെയുള്ള ഈ 7 ദിവസങ്ങളിൽ നിങ്ങൾ ഏത് ദിവസമാണോ ജനിച്ചത് ആ ദിവസത്തിന് പ്രകൃതി കരുതി വച്ചിരിക്കുന്ന ചില അപാരമായ സിദ്ധികൾ നിങ്ങൾക്കുണ്ട്. അത് തിരിച്ചറിയുക എന്നതാണ് പ്രധാനം. ഉദാഹരണത്തിന്, ഞായറാഴ്ച ജനിച്ചവർക്ക് നേതൃപാടവം കൂടുതലായിരിക്കും. തിങ്കളാഴ്ചയാണെങ്കിൽ സ്നേഹം, ചൊവ്വാഴ്ചയാണെങ്കിൽ ധൈര്യം. ഇങ്ങനെ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾ ജനിച്ച ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ എന്തൊക്കെയാണെന്നും വരാനിരിക്കുന്ന 2026, 2027 കാലഘട്ടങ്ങളിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ്. വിഷയത്തിലേക്ക് കടക്കും മുൻപ് ഒരു ചെറിയ കാര്യം. പലർക്കും അവരുടെ ജനന തീയതി കൃത്യമായി അറിയാമായിരിക്കും. പക്ഷെ ആ തീയതി ഏത് ദിവസമാണ് എന്ന് ഓർമ്മയുണ്ടാകില്ല. അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു മാർഗം പറഞ്ഞു തരാം. ഉദാഹരണത്തിന്, നിങ്ങളുടെ ജനന തീയതി 23/10/1998 ആണെന്ന് കരുതുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ബ്രൗസർ തുറക്കുക. സെർച്ച് ബാറിൽ 23 ഒക്ടോബർ 1998 വിച്ച് ഡേ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഉടൻ തന്നെ ഗൂഗിൾ നിങ്ങൾക്ക് ആ ദിവസം ഏതാണെന്ന് കാണിച്ചു തരും. ഉദാഹരണത്തിന്, അതൊരു വെള്ളിയാഴ്ചയാണ് എന്ന് കാണാം. ഇതുപോലെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നൽകുമ്പോൾ ആ ദിവസം കൃത്യമായും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതൊന്ന് ചെയ്തു നോക്കി നിങ്ങളുടെ ജന്മദിനം ഉറപ്പുവരുത്തിയ ശേഷം നമുക്ക് ഓരോ ദിവസത്തെയും ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞായറാഴ്ച. സൂര്യൻ്റെ തേജസ്സുള്ള ദിവസമാണ് ഞായറാഴ്ച. ആഴ്ചയുടെ തുടക്കമായ ഞായറാഴ്ച ജനിച്ചവരുടെ കാര്യം എന്താണെന്ന് നോക്കാം. ജ്യോതിഷപ്രകാരം ഞായറാഴ്ചയുടെ അധിപൻ സൂര്യനാണ്. നവഗ്രഹങ്ങളുടെ രാജാവാണ് സൂര്യൻ. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ജനിച്ചവരിൽ ഒരു രാജകീയ പ്രൗഢിയും തേജസ്സും ജന്മനാ തന്നെ ഉണ്ടായിരിക്കും. സൂര്യൻ എങ്ങനെയാണോ ഈ ലോകത്തിന് വെളിച്ചം നൽകുന്നത്, അതുപോലെ ചുറ്റുമുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. നേതൃത്വം അല്ലെങ്കിൽ ലീഡർഷിപ്പ് ആണ് ഇവരുടെ മുഖമുദ്ര. എവിടെ ചെന്നാലും, അത് ജോലിസ്ഥലത്തായാലും കുടുംബത്തിലായാലും, കാര്യങ്ങൾ നിയന്ത്രിക്കാനും മുൻനിരയിൽ നിൽക്കാനും ഇവർക്ക് സാധിക്കും. ആത്മവിശ്വാസം ഇവരിൽ തുളുമ്പി നിൽക്കും. എന്നാൽ ചില സമയങ്ങളിൽ എടുത്തുചാട്ടം കാരണം ചെറിയ നഷ്ടങ്ങൾ ഇവർക്ക് സംഭവിച്ചേക്കാം. ആ ഒരു എടുത്തുചാട്ടം നിയന്ത്രിച്ചാൽ ജീവിതത്തിൽ ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. രാഷ്ട്രീയം, ബിസിനസ്, ഉയർന്ന സർക്കാർ ഉദ്യോഗങ്ങൾ, ഭരണപരമായ കാര്യങ്ങൾ എന്നിവയിൽ ഇവർ ശോഭിക്കും. ഒരു സ്ഥാപനത്തിൽ ജോലിക്കാരായി നിൽക്കുന്നതിനേക്കാൾ ആ സ്ഥാപനത്തെ നയിക്കുന്ന മാനേജർ പോലെയുള്ള പോസ്റ്റുകളിലായിരിക്കും ഇവർക്ക് തിളങ്ങാൻ സാധിക്കുക. ഇവർക്കുള്ള ഭാഗ്യ അനുഭവങ്ങൾ പലപ്പോഴും മാസങ്ങളുടെ അവസാന വാരങ്ങളിലായിരിക്കും വന്നെത്തുക. നിങ്ങൾ വിദേശത്ത് പോയി പഠിക്കാനോ ജോലി ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, പ്രത്യേകിച്ച് 2026 അതിനുള്ള ശക്തമായ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. കുടുംബത്തിൽ പിതാവിൽ നിന്നോ പൂർവിക സ്വത്തുക്കളിൽ നിന്നോ ഉള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. തർക്കിച്ചു നിൽക്കുന്ന സ്വത്തുവകകൾ നിങ്ങളുടെ കൈകളിൽ തന്നെ വന്നെത്തും. ഒരു രാജാവിനെ പോലെ അന്തസ്സോടെ ജീവിക്കാൻ യോഗമുള്ളവരാണ് ഞായറാഴ്ച ജനിച്ചവർ. തിങ്കളാഴ്ച. ചന്ദ്രൻ്റെ ആർദ്രത തുളുമ്പുന്ന ദിവസമാണ് തിങ്കളാഴ്ച. ചന്ദ്രൻ്റെ സ്വാധീനമുള്ള ദിവസം. ചന്ദ്രൻ മനസ്സിനെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ജനിച്ചവർ വലിയ മനസ്സിന് ഉടമകളായിരിക്കും. സ്നേഹം എന്നതാണ് ഇവരുടെ ശക്തി തന്നെ. മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ട് മനസ്സലിയാൻ ഇവർക്ക് പെട്ടെന്ന് സാധിക്കും. വളരെ വൈകാരികമായി പെരുമാറുന്നവരാണിവർ. പലരും സ്വന്തം പ്രശ്നങ്ങളിൽ ഇവരോട് തുറന്നു പറയാൻ ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു കേൾവിക്കാരനും വഴികാട്ടിയുമാകാൻ ഇവർക്ക് കഴിയും. സർഗാത്മകത, ഭാവന എന്നിവ ഇവരിൽ വളരെ കൂടുതലായിരിക്കും. മനസ്സും കലയുമായി ബന്ധപ്പെട്ട മേഖലകൾ ഇവർക്ക് നന്നായി ഇണങ്ങും. എഴുത്ത്, കവിത, സംഗീതം, മെഡിസിൻ, കൗൺസിലിംഗ് എന്നിവയിൽ ഇവർ ശോഭിക്കും. കൂടാതെ ജലവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ, ഷിപ്പിംഗ്, ഫിഷറീസ്, പാനീയങ്ങൾ തുടങ്ങിയവ ഇവർക്ക് ലാഭം നൽകുന്നതാണ്. തിങ്കളാഴ്ച ദിവസങ്ങൾ നിങ്ങൾക്ക് പൊതുവെ ഭാഗ്യ ദിവസങ്ങളുമാണ്. ഒരു മാസത്തിലെ 4 തിങ്കളാഴ്ചകളിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇരട്ടി ഫലം നൽകും. സാമ്പത്തികമായി ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. പക്ഷേ സ്ത്രീകളുടെ സഹായത്താൽ അമ്മ, ഭാര്യ, സഹോദരി, സുഹൃത്ത് തുടങ്ങിയവർ
ആ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ സഹായിക്കാൻ എത്തുന്നതാണ്. അമ്മയുമായി ബന്ധപ്പെട്ട വളരെ വലിയൊരു ആത്മബന്ധം ഇവർക്കുണ്ടാകും. വിദേശ യാത്രകൾക്കും വിദേശത്ത് താമസിക്കുന്നതിനും ഇവർക്ക് യോഗമുണ്ട്. ചൊവ്വാഴ്ച. ചൊവ്വയുടെ വീര്യം ഏറ്റവും കൂടുതലുള്ള ദിവസമാണ് ചൊവ്വാഴ്ച. നവഗ്രഹങ്ങളിലെ സേനാധിപനായ ഗ്രഹമാണ് ചൊവ്വ. തീക്ഷ്ണതയും ഊർജവും ഇവരിൽ നിറഞ്ഞു നിൽക്കും. ധൈര്യമാണ് ഇവരുടെ മുഖമുദ്ര. ഒരിടത്തും വെറുതെ ഇരിക്കാൻ ഇവർക്ക് കഴിയില്ല. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും. വാദപ്രതിവാദങ്ങളിൽ ഇവരെ തോൽപ്പിക്കാൻ പാടാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരായിരിക്കും. പക്ഷേ അതുപോലെ തന്നെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. ഈ ദേഷ്യം ഒന്ന് നിയന്ത്രിച്ചാൽ വലിയ വിജയങ്ങൾ ഇവർക്ക് സ്വന്തമാക്കാം. യൂണിഫോം ഇട്ട ജോലികൾ ഇവർക്ക് വളരെ അനുയോജ്യമാണ്. പോലീസ്, പട്ടാളം, നേവി തുടങ്ങിയവ. കൂടാതെ എഞ്ചിനീയറിംഗ്, സർജറി, സ്പോർട്സ്, റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിലും ഇവർക്ക് വലിയ സമ്പത്തുണ്ടാക്കാൻ സാധിക്കും. നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ പലപ്പോഴും വെല്ലുവിളികൾ വരും. പക്ഷേ അതിനെയെല്ലാം ധൈര്യപൂർവ്വം നേരിട്ട് നിങ്ങൾ വിജയിക്കും. നിയമപരമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആദ്യം കാര്യങ്ങൾ എതിരായി തോന്നിയാലും അവസാനം വിധി നിങ്ങൾക്ക് അനുകൂലമായി തീരും. 2026 മുൻപായി അല്ലെങ്കിൽ ഓരോ വർഷത്തിൻ്റെയും അവസാന പകുതിയിൽ വലിയൊരു നേട്ടം നിങ്ങളെ തേടിയെത്തും. സ്വന്തമായി വീട്, സ്ഥലം എന്നിവ വാങ്ങിക്കാൻ ഏറ്റവും യോഗമുള്ളത് ചൊവ്വാഴ്ച ജനിച്ചവർക്കാണ്. ബുധനാഴ്ച. ബുധനാഴ്ച ജനിച്ചവരെ നിയന്ത്രിക്കുന്നത് ബുധനാണ്. വിദ്യയുടെയും യുക്തിയുടെയും ഗ്രഹമാണ് ബുധൻ. ബുദ്ധിശക്തിയാണ് ഇവരുടെ ഏറ്റവും വലിയ കഴിവ്. കാര്യങ്ങളെ വൈകാരികമായി കാണാതെ യുക്തിപൂർവം ചിന്തിച്ച് തീരുമാനമെടുക്കാൻ ഇവർക്ക് സാധിക്കും. സംസാരമാണ് ഇവരുടെ ആയുധം. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനും കാര്യങ്ങൾ നേടിയെടുക്കാനും ഇവർക്ക് പ്രത്യേക സാമർഥ്യമുണ്ട്. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് സാധിക്കും. കണക്കുകൂട്ടലുകൾ, അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, മീഡിയ, ജേർണലിസം, അധ്യാപനം, വക്കീൽ തുടങ്ങിയ മേഖലകൾ ഇവർക്ക് വളരെ ഉത്തമമാണ്. ബിസിനസ് ചെയ്യാനുള്ള പ്രത്യേക വാസനയും ഇവർക്കുണ്ടായിരിക്കും. നിങ്ങളുടെ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കുന്നവർ പോലും രക്ഷപ്പെടുന്നതായി കാണാം. അത്രത്തോളം വാക്കിന് വിലയുള്ളവരാണ് നിങ്ങൾ. ചിലപ്പോൾ ജീവിതത്തിന്റെ ആദ്യ ഘട്ടത്തിൽ വലിയ നേട്ടങ്ങൾ കണ്ടില്ലെന്ന് വരാം. പക്ഷേ അല്പം വൈകിയാണെങ്കിലും സാമ്പത്തികമായി വലിയ ഉയർച്ച നിങ്ങൾക്കുണ്ടാകും. ചെറുപ്പക്കാരുമായിട്ടുള്ള സൗഹൃദം നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. വരും കാലങ്ങളിൽ നിങ്ങളുടെ അറിവും ബുദ്ധിയും ഉപയോഗിച്ച് വലിയൊരു സാമ്രാജ്യം തന്നെ നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും. വ്യാഴാഴ്ച. ഗുരുവിന്റെ അനുഗ്രഹമുള്ള ദിവസമാണ് വ്യാഴാഴ്ച. വ്യാഴാഴ്ച ജനിച്ചവർ ശരിക്കും ഭാഗ്യം ചെയ്തവരാണ്. ദേവഗുരുവായ വ്യാഴമാണ് ഈ ദിവസത്തിന്റെ അധിപൻ. എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും ശുഭകരമായ ഗ്രഹമാണ് വ്യാഴം. ജ്ഞാനം അല്ലെങ്കിൽ അറിവാണ് ഇവരുടെ ശക്തി. എവിടെ ചെന്നാലും ഒരു ഗുരുവിന്റെ സ്ഥാനവും ബഹുമാനവും ഇവർക്ക് ലഭിക്കും. മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകാൻ ഇവർക്ക് സാധിക്കും. ധർമ്മത്തിലും നീതിയിലും വിശ്വസിക്കുന്നവരായിരിക്കും ഇവർ. നിയമം, കോടതി, ഉന്നത വിദ്യാഭ്യാസം, മതം, ക്ഷേത്രകാര്യങ്ങൾ, ഫിനാൻസ്, ബാങ്കിംഗ്, കൺസൾട്ടിംഗ് എന്നീ മേഖലകളിൽ ഇവർ ഉന്നതങ്ങളിൽ എത്തും. ഇനിയുള്ള കാലം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും 2026 മുതൽ 2030 വരെയുള്ള കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമായിരിക്കും. സാമ്പത്തികമായി വലിയ വളർച്ച ഈ 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉണ്ടാകും. കുറെ നാളായി മുടങ്ങിക്കിടക്കുന്ന മംഗളകർമ്മങ്ങൾ, അതായത് വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയവ നടക്കും. സമൂഹത്തിൽ നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് മനഃശാന്തിയും ഐശ്വര്യവും നൽകും. വെള്ളിയാഴ്ച. ശുക്രന്റെ ഐശ്വര്യം നിറഞ്ഞ ദിവസമാണ് വെള്ളിയാഴ്ച. അസുര ഗുരുവായ ശുക്രനാണ് ഇതിന്റെ അധിപൻ. സൗന്ദര്യം, കല, പ്രണയം, ആഡംബരം എന്നിവയുടെ ഗ്രഹമാണ് ശുക്രൻ. ആകർഷണ ശക്തിയാണ് ഇവരുടെ പ്രത്യേകത. കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകുന്ന വ്യക്തിത്വമായിരിക്കും ഇവരുടേത്. കലയോടും സംഗീതത്തോടും സിനിമയോടും ഇവർക്ക് വലിയ ഭ്രമമായിരിക്കും. ജീവിതം ആസ്വദിച്ചു ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണിവർ. നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, യാത്രകൾ എന്നിവ ഇവർക്ക് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ല. ഫാഷൻ ഡിസൈനിങ്, സിനിമ, സീരിയൽ, മോഡലിംഗ്, ആർക്കിടെക്ചർ, ഹോട്ടൽ ബിസിനസ്, ടൂറിസം, ആഭരണ നിർമ്മാണം തുടങ്ങിയ ഗ്ലാമറുള്ള മേഖലകളിൽ ഇവർ വിജയിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ 6 മാസത്തെ ഒരു സൈക്കിൾ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഒരു 6 മാസം കഷ്ടപ്പാടാണെങ്കിൽ അടുത്ത 6 മാസം വലിയ ഭാഗ്യമായിരിക്കും. ജീവിതത്തിൽ വലിയൊരു പ്രണയബന്ധം ഉണ്ടാവാനും അത് വിവാഹത്തിൽ കലാശിക്കാനും സാധ്യതയുണ്ട്.
ആഡംബര വാഹനം, വീട് എന്നിവ സ്വന്തമാക്കും. പണം പല വഴികളിലൂടെ വരും, അതുപോലെ തന്നെ ചിലവാകുകയും ചെയ്യും. എങ്കിലും ആഡംബരത്തിന് ഒരു കുറവും ഉണ്ടാകാറില്ല. ശനിയാഴ്ച. ശനിയാഴ്ച ജനിച്ചവർ നീതിമാനായ ശനിദേവന്റെ സ്വാധീനമുള്ളവരാണ്. സ്ഥിരതയാണ് ഇവരുടെ ഗുണം. ജീവിതത്തിൽ എന്ത് കിട്ടിയാലും അത് ഇവരുടെ കഠിനാധ്വാനം കൊണ്ട് മാത്രമായിരിക്കും. ഭാഗ്യം കൊണ്ട് ലോട്ടറി അടിക്കുന്നത് പോലെ ഇവർക്ക് ഒന്നും കിട്ടില്ല. പക്ഷെ അധ്വാനിച്ചുണ്ടാക്കുന്നത് ഒന്നും തന്നെ നഷ്ടപ്പെടുകയുമില്ല. വളരെ ലളിതമായ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണിവർ. വലിയ ക്ഷമാശീലരുമായിരിക്കും. കഠിനാധ്വാനം ആവശ്യമുള്ള ഏത് മേഖലയും ഇവർക്ക് വഴങ്ങും. കൃഷി, നിർമ്മാണ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സേവനം, ലേബർ കോൺട്രാക്ട്, ഇരുമ്പുമായി ബന്ധപ്പെട്ട ബിസിനസ് തുടങ്ങിയവയിൽ ഇവർ വളരെയധികം ശോഭിക്കും. ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ കുറച്ച് കഷ്ടപ്പാടുകൾ ഇവർ അനുഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ വിഷമിക്കേണ്ട, 2027 കൂടി നിങ്ങളുടെ ജീവിതം മാറിമറിയും. ഇതുവരെ നിങ്ങൾ ഒഴുക്കിയ വിയർപ്പിന് ഇരട്ടി ഫലം ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. വലിയൊരു പ്രോജക്റ്റിന്റെയോ സ്ഥാപനത്തിന്റെയോ തലപ്പത്ത് നിങ്ങളെത്തും. ക്ഷമയോടെ കാത്തിരുന്നാൽ മറ്റുള്ളവർ അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള ഒരു ഉയർച്ച ശനിയാഴ്ച ദിവസം ജനിച്ചവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നത് വളരെ തീർച്ചയാണ്. നമ്മൾ ഇതുവരെ കേട്ടത് വെറും പ്രവചനങ്ങൾ മാത്രമല്ല. പ്രകൃതി ഓരോ ദിവസത്തിനും നൽകിയിരിക്കുന്ന ഊർജമുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് കേട്ടത്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഞായർ നേതൃത്വം, തിങ്കൾ സ്നേഹം, ചൊവ്വ ധൈര്യം, ബുധൻ ബുദ്ധി, വ്യാഴം ജ്ഞാനം, വെള്ളി ആകർഷണ ശക്തി, ശനി സ്ഥിരത. ഇതിൽ നിങ്ങൾ ഏത് ദിവസമാണ് ജനിച്ചതെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ എത്രത്തോളം ശരിയാണെന്നും കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഇതുപോലുള്ള ആത്മീയവും ജ്യോതിഷപരവുമായിട്ടുള്ള അറിവുകൾക്കായി ആത്മീയം എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് നൽകുക. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ഭാവി ആശംസിച്ചുകൊണ്ട് നന്ദി.